ഡ്രൈവിംഗ് ടെസ്റ്റ് അടിമുടി പരിഷ്കരിക്കാനുള്ള ഗതാഗത വകുപ്പിന്റെ നടപടി മരവിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്ന് അവകാശപ്പെടുന്ന CITU നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. മെയ് 1 മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ച പരിഷ്കാര നടപടികൾ മരവിപ്പിക്കാൻ ഗതാഗത വകുപ്പിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് നൽകുമെന്നും CITU നേതാവ് അനിലിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ ഫെബ്രുവരി 21-നാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പാടെ പരിഷ്കരിക്കുന്നതിനുള്ള ഉത്തരവ് ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചത്. ഇതിനു പിന്നാലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പരിഷ്കരണത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ പരിഷ്കരണങ്ങൾ മെയ് 1 മുതൽ തന്നെ നടപ്പാക്കാനുള്ള ഉറച്ച തീരുമാനവുമായി ഗതാഗത വകുപ്പ് മുന്നോട്ടു പോവുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് പരിഷ്കരണ നടപടികൾ മരവിപ്പിക്കാനായി മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്തിയതായും തെരഞ്ഞെടുപ്പ് കഴിയും വരെ പരിഷ്കരണ നടപടികൾ നിർത്തിവെക്കുമെന്ന് ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയതായും വ്യക്തമാക്കി CITU അനുകൂല യൂണിയൻ ജനറൽ സെക്രട്ടറി അനിലിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. യൂണിയൻ ജനറൽ സെക്രട്ടറി അനിലാണ്. നമ്മുടെ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം സഖാവും നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് KK ദിവാകരൻ സഖാവും എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ കരീം സഖാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ഈ വിഷയം സംസാരിക്കുകയും മുഖ്യമന്ത്രി നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുത്തു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഫെബ്രുവരി 21-ലെ സർക്കുലർ മരവിപ്പിക്കാനും തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സംഘടനയുമായി ആവശ്യമായ കൂടിയാലോചനകൾ നടത്തിയിട്ട് മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടത്തൂ എന്ന ഉറപ്പും കരീം സഖാവിന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. എളമരം കരീമിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുമായി കാര്യങ്ങൾ സംസാരിച്ചതായും ഫെബ്രുവരി 21-ലെ സർക്കുലർ മരവിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ യൂണിയനുമായി ആലോചിച്ചു മാത്രമേ മുന്നോട്ടു പോകൂ എന്നും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും CITU നേതാവ് വ്യക്തമാക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്ക് ആ നിർദ്ദേശം വന്ന് ആവശ്യമായ തീരുമാനങ്ങൾ TCയും ഗതാഗത മന്ത്രിയും അറിയിച്ചതിന് ശേഷം നമ്മുടെ സമര പരിപാടികളിൽ ആവശ്യമായ തീരുമാനം എടുക്കുന്നതാണ്. എന്നാലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും സന്തോഷകരമായ ഒരു തീരുമാനമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരറിയിപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് രംഗത്ത് ഏറെ കൊട്ടിഘോഷിച്ച് അവതരിപ്പിച്ച പരിഷ്കാരങ്ങൾ നടപ്പാക്കാനായില്ലെങ്കിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമാകും. ഇതേസമയം മന്ത്രിസഭാ തീരുമാനം CITU സമ്മർദ്ദത്താൽ മുഖ്യമന്ത്രി അട്ടിമറിക്കുവോ എന്നതാണ് ഇനിയും കാത്തിരുന്ന് കാണേണ്ടത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.